കാണാതെ പേടിച്ചു. ഭാഗ്യം നീ തിരിച്ചു വന്നല്ലോ എന്ന് അച്ഛൻ അവനെ സമാധാനിപ്പിക്കുന്നു. മിഗേൽ മുത്തശ്ശിയോട് ക്ഷമ ചോദിക്കൂ എന്ന് അബുനിജ പറയുന്നു. അപ്പോഴാണ് അവൻ ആ പാട്ട് പാടിയാലോ എന്ന ഐഡിയ തോന്നുന്നത്. അവൻ റിമെമ്പർ മീ എന്ന ആ പാട്ട് പാടുന്നു. നമ്മൾ ഷിൻചാനെ വിളിക്കാൻ പോവാണ്. നമ്മുടെ ഈ പാട്ട് എനിക്ക് വേണ്ടി എന്റെ അച്ഛൻ പാടുമായിരുന്നു. നിങ്ങളുടെ അച്ഛൻ നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണെന്ന് അവർ പറയുന്നു. അദ്ദേഹം എനിക്കെഴുതിയ എല്ലാ കത്തുകളും പാട്ടുകളും ഞാൻ ഭദ്രമായി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് അതിന്റെ കൂടെ ആ ഫോട്ടോയും കാണിക്കുന്നു. ഇപ്പൊ ഒരു വർഷത്തിന് ശേഷം കാണിക്കുന്നു. കൊക്കോ മുത്തശ്ശി വെച്ചിരുന്ന ലെറ്റേഴ്സ് എല്ലാം തെളിവായി വെച്ച് ഇത്രയും നാളും ബലാക്കോസ് പാടിയ എല്ലാ പാട്ടുകളും എഴുതിയത് ഹെക്ടർ ആണെന്ന കാര്യം ലോകത്തെ മുഴുവൻ അറിയിക്കുന്നു. ഈ വീഡിയോയിൽ എത്ര പേർ ശ്രദ്ധിച്ചെന്നറിയാൻ മിഗേലിന്റെ അമ്മ പ്രഗ്നന്റ് ആയിരുന്നു. ഇപ്പൊ പ്രസവിച്ചു. ഇതാണ് മിഗേലിന്റെ അനിയത്തി. ഇപ്പൊ കൊക്കോ മുത്തശ്ശിയും മരിച്ചത് കൊണ്ട് അവരുടെ ഫോട്ടോയും ആ മുറിയിൽ വെച്ചിരിക്കുന്നു. ഇപ്പൊ മരിച്ചവരുടെ ലോകം കാണിക്കുന്നു. ഭൂമിയിൽ ഹെക്ടറിന്റെ ഫോട്ടോ വെച്ചിരിക്കുന്നത് കൊണ്ട് ഹെക്ടറിന് ഭൂമിയിൽ പോകാൻ അനുവാദം കിട്ടുന്നു. നോക്കുമ്പോൾ കൊക്കോ മുത്തശ്ശിയും അവരോടൊപ്പമുണ്ട്. സത്യത്തിൽ അതൊരു പൂച്ചയാണ്. ആ വലിയ പുലിനെ കാണിച്ചില്ല, അത് ശരിക്കും പൂച്ചയാണ്. ആ പട്ടി തിരിച്ചു വരും. വേറെ ആ ബുള്ളിന്റെ ഒക്കെ ബുള്ളിന്റെ ചിരിക്കാനുണ്ട്. ആ പുള്ളി വണ്ടിയൊക്കെ എടുത്ത് ഓടിക്കും, കാറൊക്കെ ഓടിച്ചോണ്ട് പോവില്ല. ഷിൻചാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. നീ എന്റെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ശരിക്കും, പക്ഷെ എനിക്ക് ഒരു സബ്സ്ക്രൈബർ കാണിച്ചേക്കണം. ആ സബ്സ്ക്രൈബ് ചെയ്തായിരുന്നു. കണ്ട ഗൈസ്, കണ്ട ഞാനിതെടുക്കാം. എല്ലാവർക്കും ഷെയർ ചെയ്ത് തരാം.